ഞങ്ങൾ പോപ്പുലർ ഫാം ഹൗസ് വിസിറ്റ് ചെയ്തായിരുന്നേ. ഇത് വരുന്നത് ട്രിവാൻഡ്രത്ത് കരമന ബാലരാമപുരം റൂട്ടിൽ. എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പള്ളിച്ചലിൽ പെട്രോൾ പമ്പിനോട് ചേർന്നാണ് വരുന്നത്. എൻട്രി ഫീ പെർ ഹെഡ് 100 റുപ്പീസാണേ. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിഷും ബേർഡ്സും ഒക്കെയാണ്. ഇത് ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ സ്പീഷീസ്. ഇത് ഗോൾഡൻ ഫെസന്റ്, ഇത് ചൈനീസ് ആണ് ആള്. ഇവനാണ് കെയിൻ കോസോ, ഒരു ഇറ്റാലിയൻ ബ്രീഡാണ്. പിന്നെ ഇവിടുത്തെ ആനിമൽസ് നല്ല ട്രെയിൻഡും ടൈംഡും ആണ് കേട്ടോ. അറ്റാക്കൊന്നും ചെയ്യില്ല. അവരെയൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അവനെ ഒന്ന് പിടിച്ച് ഫോട്ടോ പിടിക്കാൻ നോക്കി. അവനിച്ചിരി സൈസ് ഉണ്ട്, ഹെവിയാണ് ആള്. ചെയിൻ പിടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓടിപ്പോകുന്നു പറഞ്ഞു. പാവമാണ് ആളെ, എന്നാലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവൻ്റെ തൊടാൻ. ഇത് മീർ ക്യാറ്റ്, അവനെ നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്ക്വിറൽ മങ്കി, അവനെങ്ങനെയോ പുറത്തിറങ്ങിട്ടോ. ഇത് ഗ്രേറ്റ് ഡെയിൻ ആണേ, ജർമ്മൻ സ്പീഷീസ് ആണ്. നല്ല സൈസാണ് കേട്ടോ ആള്. ഇപ്പോൾ KG കിടക്കുന്നുണ്ട്, അറിയാത്തതാ. കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ കുറച്ച് കുതിരക്കുട്ടന്മാരുണ്ട്. ഇവനെ എനിക്കൊന്ന് തൊട്ട് തല കൊണ്ടോന്നൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. ഞാൻ പതിയെ അടുത്ത് പോയി നിന്നെ. എന്നിട്ട് ക്യൂട്ടായിട്ടുള്ള കുതിരക്കുട്ടനെ. പാവങ്ങൾ അറ്റാക്കൊന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ചെറിയൊരു പേടി, അതുകൊണ്ട് ഞാൻ തടവാനൊന്നും പോയില്ല. ഇതാണ് ഓസ്ട്രേലിയൻ നാഷണൽ ബേർഡായ എമോ. പിന്നെ 2-3 ടൈപ്പ് ഗോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ജമുന പ്യാരി, ഇത് ഇന്ത്യൻ തന്നെയാണ്. ഇത് വന്ന് ബാർബറി ഗോട്ടാണ്. ഇതും ഇന്ത്യയിൽ തന്നെയാണ് കാണുന്നത്. അവൻ എന്ത് സ്വീറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഗിനി പിഗ് ഉണ്ട്. ഇത് സിൽക്കി ചിക്കനാണ് കേട്ടോ. ഇവര് ചൈനക്കാരാ. ഇത് വന്നിട്ട് ഇഗ്വാന. ഇതൊരു ലിസാർഡിൻ്റെ സ്പീഷീസിൽ വരുന്നതാണ്. സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ ഒറിജിൻ. പിന്നെ ഡിഫറെൻറ്റ് കളേർഡ് മെക്കോസ് ഉണ്ടായിരുന്നു. ഇത് സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ, മെക്സിക്കോ ഇവിടെയൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇതിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഒക്കെ തോന്നി. പക്ഷെ എന്നാലും എനിക്കിതിനൊക്കെ ഇഷ്ടമാട്ടോ, അതുകൊണ്ട് ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇവനാ നേരത്തെ പുറത്ത് ചാടിയ നമ്മുടെ സ്ക്വിറൽ മങ്കി കേട്ടോ. ഒരു സൗത്ത് അമേരിക്കൻ സ്പീഷീസ് ആണ്. എന്ത് ക്യൂട്ടല്ലേ. ലോക്ക് തുറക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ പൈത്തൻ്റെ സ്ഥലം എത്തി.
ഇത് ആൽബിനോ ബോൾ പൈത്തൺ. ഇതിപ്പോൾ ഇവിടെ പെറ്റായിട്ടൊക്കെ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു പെറ്റ് ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. ബിയേർഡഡ് ഡ്രാഗൺ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇതും ഒരു ലിസാർഡിൻ്റെ സ്പീഷീസിൽ വരുന്ന തന്നെയാണ്. ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ സ്ഥലം. എനിക്ക് പാമ്പുകളെ പേടി മാത്രമല്ല കേട്ടോ, എനിക്കതിനൊരു അറപ്പാണ് കേട്ടോ എൻ്റെ ദേഹമൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു ഇതിനെ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കത് പറ്റില്ല. മിക്കിക്ക് അങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല. അവൻ കൂളായിട്ട് എടുത്ത് വെച്ചു. അതെ, ഗ്രേറ്റ് ഡേ എൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കണ്ടോ, നല്ല സൈസ് ഉണ്ട് അവൻ, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. ഈ ഗ്രേറ്റ് ഡേനെ ഒന്ന് പിടിച്ചു നിർത്തി അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല കേട്ടോ. അവൻ നല്ല ഹെവി, നല്ല സൈസ് ഉണ്ട്. മാത്രമല്ല അതൊന്ന് തിരിഞ്ഞപ്പോഴേക്കും ഞാനും കൂടെ അങ്ങ് പോയി. അങ്ങനെ അതിന് പിന്നെ വിട്ടു. ഇതും ഇഗ്വാനയാണ്. നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടില്ലേ, അതിൻ്റെ ഗ്രീനാണ്. ഇതാണ് ഫെററ്റ് കേട്ടോ. എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ. ഇത് പല സ്ഥലങ്ങളിലുണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ് പലയിടത്തും കാണുന്നതാണ്. ഇവിടെ നമ്മുടെ മംഗൂസൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു വേർഷൻ. ഭയങ്കര ക്യൂട്ട്, സ്പോഞ്ച് കേട്ട പോലെ ഇരിക്കുന്നു. അതിനെടുത്തിട്ട് ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ ഓസ്ട്രിച്ച്, പിന്നെ ക്യാമലൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൺഡേ ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എസ്പെഷ്യലി കുട്ടികളെയും കൊണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ആനിമൽ ലവേഴ്സിന്. എന്തായാലും പോയിട്ടില്ലാത്തവർ പോയി നോക്കൂ.